ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നുവല്ലോ. വളരെ നാളുകൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ മേരി എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു. സ്ത്രീയുടെ ജീവിതത്തിൻ്റെ കൂടുതൽ പങ്കും ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് അവൾ ചെലവഴിച്ചത്. കാരണം അവളുടെ ഭർത്താവ് അവളെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് അകലെ കുന്നിന് മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന രമ്യഹർമ്മങ്ങൾ കാണാം. അത് രാജാവിൻ്റെയും രാജ്ഞിയുടെയും വേനൽക്കാല വസതിയാണ്. അവിടെയാണ് മേരിയുടെ ഭർത്താവ് റോബി ജോലി ചെയ്യുന്നത്. രാജാവിൻ്റെ തോട്ടം കാത്തു സൂക്ഷിക്കുകയാണ് അയാളുടെ ജോലി. വേനൽക്കാലത്ത് രാജാവും രാജ്ഞിയും അവിടെ താമസിക്കാനെത്തുമ്പോൾ റോബിയുടെ സന്തോഷം ഇരട്ടിക്കും. രാത്രിയിൽ വീട്ടിലെത്തിയാൽ കൊട്ടാരത്തിലെ വിശേഷങ്ങൾ ഭാര്യയോടും മക്കളോടും പറഞ്ഞിരിക്കും. രാജ്ഞി തോട്ടത്തിൽ നടക്കാൻ വരുമ്പോൾ റോബിയോട് കുശലം ചോദിച്ചതൊക്കെ പറയുമ്പോൾ അഭിമാനം കൊണ്ട് പുളകിതനാകുമായിരുന്നു. ചിലപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ പൂക്കൾ വയ്ക്കാൻ വരുമ്പോൾ അവിടുത്തെ രാജകീയ ഭോജനത്തിൻ്റെ മണം മൂക്കിൽ അടിച്ചു കയറിയതിനെപ്പറ്റി പറയും. അപ്പോൾ റോബിയുടെ ഇളയ മകൻ അവൻ്റെ ചിറി നക്കി കൊതി പ്രകടിപ്പിക്കുമായിരുന്നു. ആ നല്ല കാലങ്ങൾ പെട്ടെന്നാണ് കഴിഞ്ഞത്. കാരണം രാജാവ് വളരെ പെട്ടെന്ന് മരിച്ചുപോയി. രാജ്ഞി പെട്ടെന്ന് മനപ്രയാസം കൂടി ഒരു വൃദ്ധയെപ്പോലെയായി. കൊട്ടാരത്തിലെ ഉത്സവതുല്യമായ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. റോബി പിന്നെയും ആ കൊട്ടാരത്തിൽ തന്നെ തൻ്റെ ജോലി തുടർന്നു വന്നു. ഒരു തണുപ്പ് കാലത്ത് ചുമച്ചുകൊണ്ടാണ് റോബി കയറി വന്നത്. കാരണം റോബിക്ക് ന്യൂമോണിയ ബാധിച്ചു. അങ്ങനെ അസുഖം കൂടി റോബിയും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തൻ്റെ തോട്ടക്കാരൻ്റെ മരണത്തിൽ രാജ്ഞിയും ദുഃഖിച്ചു. റോബിയുടെ സേവനങ്ങളെ പ്രകീർത്തിച്ച് രാജ്ഞി മേരിക്ക് ഒരു കത്തയച്ചു. ആ കത്ത് മേരിക്കൊരാശ്വാസമായിരുന്നു. രാജ്ഞി മേരിക്ക് ഒരു ചെറിയ പെൻഷനും അനുവദിച്ചു. മേരിയുടെ മക്കൾ വലുതായി. അവർക്ക് നഗരത്തിൽ ജോലിയുമായി. ജോലി സ്ഥലത്തേക്ക് അവർ അമ്മയെ ക്ഷണിച്ചു. പക്ഷേ തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച ആ കൊച്ചു വീടും തൻ്റെ പ്രിയപ്പെട്ട റോബിയുടെ മൃതശരീരവും അടക്കിയിരിക്കുന്ന ആ ഗ്രാമവും വിട്ട് എങ്ങും പോകാൻ മേരി കൂട്ടാക്കിയില്ല. ഇടയ്ക്കൊക്കെ മക്കൾ വന്ന് അമ്മയെ കാണും. തണുപ്പ് കാലത്ത് മഞ്ഞിൽ കൂടെയുള്ള യാത്ര ദുഷ്കരമായതിനാൽ മക്കൾ വരാറില്ല. അപ്പോൾ മേരി റോബിയുമായുള്ള സന്തോഷ ജീവിതത്തെ ഓർത്തങ്ങനെ ഇരിക്കും. അങ്ങനെ സമയം പോകും. ഒരിക്കൽ അതികഠിനമായ ശൈത്യമുണ്ടായി. മഞ്ഞ് വീണ് റോഡ് മുഴുവൻ മൂടി. യാത്ര അസാധ്യമായി. ആഹാരത്തിനും വിറകിനും തീപിടിച്ച വിലയായി. മേരിയുടെ പെൻഷൻ തുക ഏതാനും ദിവസങ്ങൾ കൊണ്ട് തീർന്നു. വീടിന് മുന്നിൽ നിന്നും മഞ്ഞ് മാറ്റുന്നതിന് ഇരട്ടിക്കൂലി കൊടുക്കേണ്ടി വന്നു. ജീവിതത്തിലാദ്യമായി മേരി കടത്തിലായി. കടയിൽ പോയി വീണ്ടും സാധനങ്ങൾ വാങ്ങാൻ ധൈര്യമില്ലാതെ മേരി വീടിനുള്ളിൽ തന്നെയിരുന്നു. മനസ്സിൽ അവളുടെ നിരാശ ബാധിച്ചു. അവൾ സ്വയം പറഞ്ഞു, ഓ റോബി, അങ്ങ് ജീവിച്ചിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ ഗതി വരില്ലായിരുന്നു. അപ്പോഴാണ് വീടിന് മുൻവാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടത്. അവൾക്ക് തോന്നി അതാ പലചരക്ക് കടക്കാരനായിരിക്കും. കടം വാങ്ങിയ സാധനത്തിൻ്റെ പൈസ ചോദിക്കാൻ വന്നതായിരിക്കും. അയാളെ അഭിമുഖീകരിച്ച് പണമില്ല എന്നും അടുത്ത 10 ദിവസത്തിനകം തരാൻ കഴിയില്ല എന്നും പറയുവാൻ അവൾക്കാകുമായിരുന്നില്ല. അവൾ സാവധാനം അടുക്കളയിലേക്ക് നടന്ന് അവിടെയുള്ള കതകും ബന്ധിച്ച് ശബ്ദമുണ്ടാക്കാതെ അകത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ പൊയ്ക്കൊള്ളും എന്ന് അവൾ കരുതി. വീണ്ടും മുൻവാതിലിൽ മുട്ടുന്ന ശബ്ദം. വീടിൻ്റെ കർട്ടനെല്ലാം വലിച്ചിട്ട് വാതിലും ജനലുമെല്ലാം ബന്ധിച്ചിരിക്കുകയാണെന്ന് ഓർത്തപ്പോൾ അവൾക്ക് ചിരി വന്നു. എന്നാൽ പെട്ടെന്ന് മറ്റൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരുപക്ഷെ എന്തെങ്കിലും അത്യാവസ്ഥയിലിരിക്കുന്ന ആളാണ് ആ മുട്ടുന്നതെങ്കിലും. അല്പം അകലെ താമസിക്കുന്ന റേച്ചലിൻ്റെ ഭർത്താവിന് അസുഖം കൂടി കിടക്കുകയായിരുന്നു. അയാൾ മരിച്ച വിവരം അറിയിക്കാൻ റേച്ചൽ വന്നതാണെങ്കിലോ? അതെങ്കിൽ ഈ കൊടിയ തണുപ്പിൽ അഭയം അന്വേഷിച്ച് ആരെങ്കിലും നിസ്സഹായവരായി എത്തിയവരാണെങ്കിലോ? വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കുറേ കൂടെ ഉച്ചത്തിലായി. മേരി വേഗം വാതിൽക്കലെത്തി. വാതിൽ വലിച്ചു തുറന്നു. അത്ഭുതം കൊണ്ട് മേരി പെട്ടെന്ന് പിന്നോട്ട് വേച്ചുപോയി. മനോഹരമായൊരു രാജകീയ വാഹനം തൻ്റെ വീടിന് മുമ്പിൽ നിൽക്കുന്നു. അയൽക്കാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. ഒരു രാജദൂതൻ ഒരു വലിയ കൂടം നിറയെ സാധനങ്ങളുമായി വാതിൽക്കൽ നിൽക്കുന്നു. വാഹനത്തിൻ്റെ ജനലിൽ കൂടി തല പുറത്തേക്കിട്ട് രാജ്ഞി ഏതാനും വാക്കുകൾ സംസാരിച്ചു. സഹതാപത്തിൻ്റെ വാക്കുകളായിരുന്നു രാജ്ഞി പറഞ്ഞത്. റോബിയുടെ സേവനത്തെപ്പറ്റി അഭിനന്ദിച്ചുകൊണ്ട് ആണ് രാജ്ഞി പറഞ്ഞത്. രാജഭൃത്യൻ വാതിൽക്കൽ കൊണ്ടുവച്ച കൂട അവളുടെ വീട്ടിലേക്ക് എടുത്തു വെച്ചു. അടുത്ത അനേക മാസങ്ങളിലേക്ക് ആവശ്യമുള്ളതെല്ലാം ആ കൂടയ്ക്കുള്ളിലുണ്ട്. പുറമേ കുറേ പണമോ കൂടയിലെ സാധനങ്ങളോ ഒന്നും കണ്ടല്ല അവളുടെ കണ്ണുകൾ നനഞ്ഞത്. രാജ്ഞി തന്നെ നേരിൽ വന്നു കണ്ടു. ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു. രാജ്ഞി മേരിയുടെ വീടിന് മുമ്പിൽ ഏതാനും നിമിഷം വന്നു നിന്നപ്പോൾ മേരിക്ക് ഒരുപാട് സന്തോഷം തോന്നിയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധിയുള്ള ശപിക്കപ്പെട്ട ഹൃദയത്തിലാണ് വസിക്കുന്നത്. നമ്മുടെ ഹൃദയവും അപ്രകാരമാക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധമാക്കണമേ, ഹൃദയത്തെ വിശുദ്ധമാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.